Now we shall see what is the missing term in Ampere's law. അപ്പോൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിലേക്ക് ഒരു വേരിയിങ് കറണ്ട്, ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു കറണ്ട് അപ്ലൈ ചെയ്തു. നമ്മൾ ഇതുവരെ എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ എപ്പോഴും ഡയറക്റ്റ് കറണ്ട് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പ്ലേറ്റ് പോസിറ്റീവ് ആവും, മറ്റേ പ്ലേറ്റ് നെഗറ്റീവ് ആവും. ഇനി ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട് കോൺസ്റ്റന്റ് അല്ല, ബാറ്ററി എന്നുള്ള ഡയറക്റ്റ് കറണ്ട് അല്ല, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി കറണ്ട് ഈസ് വേരിയിങ് വിത്ത് ടൈം. അങ്ങനെയുള്ള ഒരു ടൈം വേരിയിങ് കറണ്ട് കപ്പാസിറ്ററിലേക്ക് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഒരു പോയിന്റ് പിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പോൾ point P is at a distance r from the current carrying conductor, and here we are taking a circular wire loop containing the point P, and the circular wire loop is of radius r. അപ്പോൾ ഇതിൽ ആംപിയേഴ്സ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇന്റഗ്രൽ B dot dl is equal to mu 0 I enclosed എന്നുള്ളതിൽ B ഇൻറ്റു ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ഈ ആംബീരിയൻ ലൂപ്പിന്റെ ഹോൾ ലെങ്ത് എത്രയാണ്? റേഡിയസ് r ആണ്. സോ ഇറ്റ് ഈസ് 2 pi r is equal to mu 0 I enclosed എന്ന് പറയുന്നത് ഇവിടെ I of t ആണ്, ടൈമിനനുസരിച്ച് മാറുന്ന ഒരു കറണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതാണ് അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ബിന്റെ വാല്യൂ എന്താ കിട്ടുക? mu 0 I of t by 2 pi r എന്ന് കിട്ടും. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ. ഇനി മാക്സ്വെൽ for the same situation he considered another current carrying time varying current തന്നെയാണ് കൊടുത്തത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പോയിന്റ് P തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു ആംബീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുന്നതിന് പകരം he considered a pot shaped surface. നമ്മുടെ ടിഫിൻ ബോക്സ് പോലത്തെ ഒരു സർഫസ് എന്നോ അല്ലെങ്കിൽ ഒരു പോട്ട് പോലത്തെ സർഫസ്, മൂടിയില്ലാത്ത ടിഫിൻ ബോക്സ് വിത്തൗട്ട് ലിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൂടിയില്ലാതെ, അതായത് ഈ വയർ ടച്ച് ചെയ്യുന്നില്ല അവിടെ, ഇതിന്റെ ബോട്ടം ഇങ്ങനെയുള്ള ഈ രണ്ട് പ്ലേറ്റുകളുടെ, ഈ പാരലൽ പ്ലേറ്റുകളുടെ ഇടയിൽ കൂടെയാണ് അപ്പൊ ഈ ആംബീരിയൻ ലൂപ്പ് കറണ്ട് ക്യാരിയിങ് വയറിനെ ടച്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതാണ് ആ ലൂപ്പ്. ഇങ്ങനെ ആദ്യത്തെ കേസിൽ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് വയറെങ്കിൽ, ഈ പെൻസിൽ ഇതാണ് വയറെങ്കിൽ, ആദ്യത്തെ കേസിൽ നമ്മൾ ഇങ്ങനെ എടുത്തു. ഇവിടെയാണ് പോയിന്റ് P ഇരിക്കുന്നത്. ഇപ്പൊ ഇവിടെയാണ് പോയിന്റ് P. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ആംബീരിയൻ ലൂപ്പിന് ഈ വയർ ടച്ച് ചെയ്ത് കടന്നു പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ കറണ്ട് എൻക്ലോസ് എന്നുള്ളത് I of t എന്ന് എടുത്തു. എന്നിട്ട് B ഇൻറ്റു 2 pi r is equal to mu 0 I of t. ഇനി നമ്മൾ എടുക്കുന്നത് we are taking like this. So ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലോ, ആംബീരിയൻ ലൂപ്പ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ആംബീരിയൻ ലൂപ്പ് does not touch the current carrying conductor. പിന്നെ ഇതിങ്ങനെ ഒരു പോട്ട് ഷേപ്ഡ് സർഫസ് ആണ്. ഇങ്ങനെ ടിഫിൻ ബോക്സ് പോലെ പോട്ട് ഷേപ്ഡ് സർഫസ് ആണ്. അപ്പോൾ the wire does not, the ambient loop or the surface does not touch the current carrying wire, and so the current enclosed is 0. അപ്പോൾ ഈ വിധത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ B dot dl എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഇന്റഗ്രൽ B dot dl calculated in this way is equal to 0. കാരണം the ambient loop or the pot shaped surface does not touch the current carrying wire anywhere. അത് മനസ്സിലായി എന്ന് വിചാരിക്കണം. മറ്റേത് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, ഇതിൽ ഈ വയർ ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ calculated one way we have a magnetic field at the point P. Calculated another way the magnetic field is 0 at the point P. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? there is something wrong with Ampere's law. രണ്ട് വിധത്തിൽ നമ്മൾ ആംബീരിയൻ ലൂപ്പിന്റെ ഷേപ്പ് മാറുമ്പോഴേക്ക് ഇതിൽ മാഗ്നറ്റിക് ഫീൽഡിന് വ്യത്യാസം വരാൻ പാടില്ല അല്ലേ? അപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ ഏതോ ഒരു ഫാക്ടർ അവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. ആക്ച്വലി അവിടെയും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്.
അവിടെ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും ഇവിടെ നെഗറ്റീവ് ചാർജും ആണ്. അപ്പോൾ ഇത് രണ്ടിന്റെ ഇടയിൽ between the capacitor plates we know there is an electric field and time varying current apply ചെയ്തതുകൊണ്ട് ഈ electric field is changing with the time and due to the changing electric field there will be a current produced and that current will give rise to a magnetic field at the point P. അപ്പോൾ ഇവിടെ രണ്ട് പ്ലേറ്റുകളുടെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം സിഗ്മ ബൈ എപ്സിലോൺ നോട്ട് ആണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ഏരിയ ഇൻറ്റു എപ്സിലോൺ നോട്ട് അല്ലെ, സിഗ്മ ക്യൂ ബൈ എ ആണ് ഇലക്ട്രിക് ഫീൽഡ് എഴുതി. ഇനി വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ബിറ്റ്വീൻ ദ രണ്ട് പ്ലേറ്റുകളുടെ ഇടയിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എത്രയാണ്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇ ഡോട്ട് ഡി എസ് ആണ്. അപ്പോൾ ഇ എന്നുള്ളതിന് പകരം വി ക്യാൻ റൈറ്റ് ക്യൂ ബൈ എ എപ്സിലോൺ നോട്ട് അല്ലേ. ഇവിടെ സിഗ്മ എന്ന് പറയുന്നതാണ് ക്യൂ ബൈ എ. അപ്പോൾ ക്യൂ ബൈ എ എപ്സിലോൺ നോട്ട് എന്ന് എഴുതി. ഡി എസ് എന്നുള്ളതിന് പകരം ഏരിയ എ തന്നെ എടുത്തു. അപ്പോൾ എ ക്യാൻസൽ ആയി. സോ വി ഗെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ട്. കാണുന്നില്ല അല്ലേ ഇതിൽ? magnetic flux is equal to magnetic flux phi equal to E dot ds എന്നുള്ളതിൽ E എന്നുള്ളത് Q by A epsilon naught into A ചെയ്തപ്പോൾ അത് phi equal to Q by epsilon naught എന്ന് എഴുതി. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം? ഗോസസ് ലോ എന്ന് നമുക്ക് ജസ്റ്റ് ഇങ്ങനെയൊന്നും എഴുതാതെ ജസ്റ്റ് വി ക്യാൻ യൂസ് ദ ഗോസസ് തിയറം ആൻഡ് റൈറ്റ് phi is equal to Q by epsilon naught. ഇനി ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് phi equal to Q by epsilon naught. So Q is equal to phi epsilon naught. So what is dq by dt? Epsilon naught d phi. Phi പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. Epsilon naught d phi by dt. ഇതാണ് dq by dt is equal to epsilon naught d phi by dt, where phi is the electric flux. അപ്പോൾ ഇവിടെ electric flux changing with time within the capacitor plates. Electric flux is changing with time and that will give rise to a current. This current is called displacement current id. അപ്പോൾ displacement current എന്ന് പറഞ്ഞാൽ it is the current due to changing electric flux. അപ്പോൾ ഇതാണ് the displacement current which is present between the plates of the parallel plate capacitor. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയതിൽ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ എൻക്ലോസ്ഡ് സീറോ അല്ല, അവിടെ ഒരു മ്യൂ സീറോ ഐ എൻക്ലോസ്ഡ് എന്നുള്ളതിൽ ഐ എന്താണ്? ഐ ഡി ആണ്. ആ ഐ ഡി പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് അവിടെ പ്രസന്റ് ആണ് ഡ്യൂ ടു ദ ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ്. സോ വി ഹാവ് ടു മോഡിഫൈ ആംബിയേഴ്സ് ലോ with Maxwell's correction. അത് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ സീറോ ഐ എന്ന് പറയുന്നത് the total current I എന്ന് പറഞ്ഞാൽ it includes the conduction current and also the displacement current. അപ്പോൾ total current I is equal to IC plus ID ആണ്. അപ്പോൾ ഈ കറന്റ് എന്ന് പറയുന്നത് it is not only due to the flow of electrons or charge carriers, it is also arising due to the change in electric flux with time. Whenever the electric flux changes with time and a current is produced, and that current is called displacement current. So we have to take the total current as equal to the sum of conduction current and displacement current. അപ്പം മാക്സ്വെൽ ആണ് ഈ കറക്ഷൻ അപ്ലൈ ചെയ്തത്. So this is Ampere's law with Maxwell's correction. അപ്പോൾ നമുക്ക് ആ ലോ നാലാമത്തെ മാക്സ്വെൽസ് ഇക്വേഷൻ പറയുന്നത് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ മ്യൂ സീറോ ഐ സി പ്ലസ് മ്യൂ സീറോ ഐ ഡി. ഐ ഡി എന്താണ്? എപ്സിലോൺ നോട്ട് ഡി ഫൈ. ഫൈ എന്നുള്ളത് ഇലക്ട്രിക് ആണ്, ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഡി ഫൈ ബൈ ഡി ടി. മ്യൂ സീറോ ഐ സി പ്ലസ് മ്യൂ സീറോ ഐ ഡി എന്നുള്ളത് മ്യൂ സീറോ എപ്സിലോൺ നോട്ട് ഡി ഫൈ ബൈ ഡി ടി.
അപ്പോൾ ഇതാണ് നാലാമത്തെ മാക്സ്വെൽസ് ഇക്വേഷൻ. ഇനി മാക്സ്വെൽ ഇതിനെ ഇന്റഗ്രൽ ഫോമിലുള്ള ഇക്വേഷനെ ഡിഫറൻഷ്യൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് വേവ് ഇക്വേഷനുമായിട്ട് അതിനെ കമ്പയർ ചെയ്തപ്പോൾ ഹി മെയ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് prediction that ഇലക്ട്രിസിറ്റിയിലെ കോൺസ്റ്റന്റ് ആണ് ഈ എപ്സിലോൺ നോട്ട്, മാഗ്നറ്റിസത്തിലെ കോൺസ്റ്റന്റ് ആണ് മ്യൂ സീറോ. ഇനി ഇതിനെ വേവ് ഇക്വേഷനുമായിട്ട് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 by c സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ എന്നുള്ള വേവ് ഇക്വേഷനുമായിട്ട് ഇതിനെ ആദ്യം ഇന്റഗ്രൽ ഫോമിനെ മാറ്റി ഡിഫറൻഷ്യൽ ഫോമിലേക്ക് ആക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തപ്പോൾ he found out that കാണുന്നുണ്ടോ നമുക്ക് ബോർഡ് ഡി സ്ക്വയർ ഇത് he made an important conclusion that c is equal to 1 by root of mu naught epsilon naught. C is equal to 1 by root of mu naught epsilon naught. അപ്പോൾ ഇതിൽ mu naught പറയുന്നത് മാഗ്നറ്റിസത്തിലെ കോൺസ്റ്റന്റ് ആണ്, epsilon naught is the constant in electrostatics, and ഇതിന്റെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ he found it as equal to 3 into 10 raised to 8 meter per second, which is equal to the velocity of light in vacuum. അപ്പോൾ ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ഇവിടെ ലൈറ്റിന്റെ വെലോസിറ്റിക്ക് തുല്യമാണ്. ഈ കോൺസ്റ്റൻസ് തമ്മിൽ കിട്ടുന്ന 1 by root of mu naught epsilon naught ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്, വിച്ച് made it possible for Maxwell to conclude that light is an electromagnetic wave. അപ്പോൾ അതുവരെ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കിക്കൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ലൈറ്റ് എന്നുള്ളത്. വാട്ട് ഈസ് ലൈറ്റ് മെയ്ഡ് അപ്പ് ഓഫ്? ന്യൂട്ടൺ said it was made up of particles. According to Huygens it was made of waves. But nobody could explain all the phenomena exhibited by light, like interference, reflection, refraction, based on one particular theory, and it was Maxwell's theory of light as electromagnetic wave. Light is an electromagnetic wave. It is made up of electric and magnetic fields എന്നുള്ള ഒരു കൺക്ലൂഷൻ ഈ ആംബിയേഴ്സ് ലോ വിത്ത് മാക്സ്വെൽസ് കറക്ഷനിലൂടെയാണ് മാക്സ്വെൽ എത്തിയത്. ആൻഡ് ദാറ്റ് കൺക്ലൂഷൻ ദാറ്റ് ലൈറ്റ് ഇസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് revolutionized the field of communication. അല്ലെ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ പർപ്പസസിന് ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, റേഡിയോ വേവ്സും മൈക്രോവേവ്സും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് കറക്ഷൻ ഓഫ് ആംബിയേഴ്സ് ലോ ബൈ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ revolutionized the field of communication. It enabled us to use the different electromagnetic waves for different purposes. അല്ലെ, നമ്മൾ ആ റേഡിയോ വേവ്, മൈക്രോവേവ്, ഗാമ വേവ്സ് എല്ലാം പല പർപ്പസസിനും നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. Because it gave us the knowledge that electromagnetic waves can carry energy. It can carry information from one place to another. So this is an epoch-making discovery by Maxwell.